എല്ലാവരെയും ഏറ്റവും കൃത്യമായി ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മറ്റ് സഭാവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ കുർബാന ആചരണത്തെക്കുറിച്ചും അതിലെ ചില സത്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുടർച്ചയായിട്ട് ഈ വിശുദ്ധ കുർബാന, അതിൽ കർത്താവിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഞായറാഴ്ച ആണ് നമ്മൾ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ ദിവസമായിട്ട് നമ്മൾ ഞായറാഴ്ച ആചരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കത്തോലിക്കർ അപ്പത്തിൻ്റെ രൂപത്തിൽ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരു പണം നൽകി വിശുദ്ധ ബലി അർപ്പിക്കുവാനായി പുരോഹിതരുടെ അടുക്കൽ നമ്മൾ പോകുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ചിലർ പല അവസരങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴായി ലഭിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മളുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അറിവ്, ഈ വലിയ മഹാരഹസ്യത്തിൻ്റെ ആഴങ്ങൾ, അവയെ തെറ്റിദ്ധരിപ്പിക്കാനും അവയിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ മാറ്റുവാനും അതിൻ്റെ യഥാർത്ഥ ഫലം നമ്മൾ അനുഭവിക്കാതിരിക്കുവാനുമൊക്കെയുള്ള ചിലരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്കിവിടെ വിശദീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോ പറഞ്ഞു, ഇത് യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമാണ് എന്ന്. ഇതെൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ അത് ഈശോ തന്നെ പറഞ്ഞ വാക്കുകൾ നമ്മൾ യേശുവിൻ്റെ വാക്കുകളിലൂടെയും പ്രത്യേകിച്ച് ആദിമ സഭാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെയും ഒക്കെ നമ്മൾ കാണുകയായിരുന്നു. പൗലോസ്ലീഹായുടെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അയോഗ്യതയോടെ ആരും ഈ അപ്പം ഭക്ഷിക്കുകയോ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. കാരണം കർത്താവിൻ്റെ ശിക്ഷാവധിയായിരിക്കും അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായും അത് കർത്താവിൻ്റെ ശരീരവും രക്തവും ആയതുകൊണ്ടാണ് അത്ര കഠിനമായ വാക്കുകൾ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നത്. ആരും അത് ചെയ്യാൻ പാടില്ല. പ്രതീകമായിരുന്നെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നില്ല. വീണ്ടും 16-ാം നൂറ്റാണ്ട് വരെ നമുക്കറിയാം, പ്രൊട്ടസ്റ്റൻ്റ് സഭയുണ്ടാകുന്നത് വരെ ഇതെല്ലാവരും വിശ്വസിച്ചിരുന്നതാണ്. എല്ലാ ക്രൈസ്തവരും, കത്തോലിക്കർ അല്ലെങ്കിൽ എല്ലാ ക്രൈസ്തവരും ഇത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അന്ന് മുതൽ തെറ്റായ പഠനങ്ങൾ ആരംഭിച്ചു. അവരുടെ ആഗമനം വരെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ സിദ്ധാന്തം വിശ്വസിച്ചിരുന്നതാണ്, പഠിപ്പിച്ചിരുന്നതാണ്. അവർക്ക് ആ ഒരു വലിയ കൃപ ലഭിച്ചിരുന്നത്. വിശുദ്ധ ജസ്റ്റിൻ 2-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഈ ഭക്ഷണം ഞങ്ങളുടെ ഇടയിൽ ദിവ്യകാരുണ്യം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്നറിയപ്പെടുന്നു. സാധാരണ അപ്പവും സാധാരണ പാനീയവും പോലെ ഞങ്ങളത് സ്വീകരിക്കുന്നില്ല. പ്രത്യുത ദൈവവചനത്താൽ ശരീരം സ്വീകരിച്ച നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവായിട്ടാണ് ഞങ്ങളത് സ്വീകരിക്കുന്നത്. യേശു ക്രിസ്തു തന്നെയാണ്, വചനം മാംസമായി അവതരിച്ച ഈ യേശു ക്രിസ്തു ആണ്. ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നത് എന്ന് ജസ്റ്റിൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഭാപിതാവായ വിശുദ്ധ സിറിൽ ക്രിസ്തു അപ്പത്തെക്കുറിച്ച് ഇത് എൻ്റെ ശരീരമാകുന്നുവെന്ന് പ്രഖ്യാപിച്ചു പറയുകയും ചെയ്തതിനാൽ സംശയിക്കാൻ ആരാണ് മുതിരാൻ, ആർക്കാണ് അതിനുള്ള അവകാശമുണ്ടത് എന്ന് സിറിൽ പിതാവ് ചോദിക്കുകയാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ആർക്കാണ് അതല്ല എന്ന് പറയാനുള്ള അവകാശമുള്ളത്? ഇങ്ങനെ വളരെ ആധികാരികമായി സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും നമുക്കിത് കാണുവാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഈ 1500 വർഷത്തെ പാരമ്പര്യം, ഇടമുറിയാത്ത പാരമ്പര്യത്തെ തള്ളിപ്പറയുകയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗം ചെയ്തത്. അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ കുർബാന ഇതിൻ്റെ ഈ സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ അതിന് 3 തലത്തിലുള്ള അർത്ഥങ്ങൾ, പ്രതീകങ്ങൾ എന്ന രീതിയിൽ, വാഗ്ദാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാപനം എന്ന രീതിയിൽ 3 തലത്തിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ ഈ വിശുദ്ധ കുർബാനയെ പ്രതീകാത്മകമായി പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഇങ്ങനെ 3 തലത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, പ്രതീകത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒന്നാമതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ മെൽക്കീസേദെക്ക് അർപ്പിച്ച അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ബലിയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മെൽക്കീസേദെക്ക്
ഖേദോർലാവന്മാരുടെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാഹമിനെ എതിരേൽക്കുവാൻ സോദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവിടെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് മെൽക്കിസദേക്ക് അബ്രാഹത്തിൻ്റെ അടുക്കൽ വരുന്നതിനെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രതീകാത്മകമായി പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാന ആ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രതീകാത്മകമായൊരു സൂചന നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മെൽക്കിസദേക്കിൻ്റെ സാന്നിധ്യത്തിൽ, അബ്രാഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയാണ്. വീണ്ടും മറ്റൊരു പ്രതീകം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ ഇസ്രായേൽ ജനതയുടെ മേൽ യഹോവ വർഷിച്ച മന്ന, അത് ഈ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നൊരു പ്രതീകമാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ ദാരിദ്ര്യത്തിൽ പട്ടിണിയിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നൊരു അനുഗ്രഹമാണ് മന്ന. അവർക്കുടെ താൽക്കാലികമായ വിശപ്പടക്കുവാനായിട്ട് ഈ മന്ന ഉപകാരപ്പെട്ടു എന്ന് നമുക്കറിയാം. പക്ഷേ അതിനൊരു പ്രതീകാത്മകമായ അർത്ഥം ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് യേശുവിൻ്റെ വിശുദ്ധ ബലിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ദൈവം വർഷിച്ച മന്ന അവർക്ക് അനുഗ്രഹമായി. നമുക്കറിയാം, ഈ വിശുദ്ധ കുർബാനയും ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കുള്ള വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഏത് വിശപ്പിനെയും അടക്കുവാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഏത് ആവശ്യത്തെയും നിറവേറ്റുവാൻ, പൂർത്തീകരിക്കുവാൻ, സംതൃപ്തമാക്കുവാൻ വിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കുമെന്നുള്ളത്. ആ വലിയ അനുഗ്രഹം ഇന്ന് നമുക്ക് ലഭിക്കുന്നു. ആത്മീയമായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ ഇത് ഈ യഹൂദർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ലഭിച്ച ആ ഒരു അനുഗ്രഹ വർഷം. വീണ്ടും മൂന്നാമത്തെ പ്രതീകാത്മകമായ ഉദാഹരണം എന്ന് പറയുന്നത് ഏലിയ പ്രവാചകന് നൽകപ്പെട്ട സ്വർഗത്തിൽ നിന്നുള്ള ദിവ്യഭോജ്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ ഏലിയ പ്രവാചകന് നൽകപ്പെട്ട ആ അപ്പം, അതിൻ്റെ പ്രതീകാത്മകമായി ഇത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ മോശയുടെ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ നീർച്ചാൽ, പുറപ്പാട് 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ, സമരിയാക്കാരി സ്ത്രീക്ക് യേശു വാഗ്ദാനം ചെയ്ത ജീവജലം, യോഹന്നാൻ 4-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ, ഗലീലിലെ ഖനായിൽ വീഞ്ഞാക്കി മാറ്റി കർത്താവ് ഈ വീഞ്ഞ് അവസാനത്തെ അത്താഴത്തിൽ തൻ്റെ അമൂല്യ രക്തമായി ഈശോ രൂപാന്തരപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മളത് കർത്താവ് പറയുന്നുണ്ട്, ഇതിൻ്റെ രക്തമാകുന്നു എന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രതീകാത്മകമായി വിശുദ്ധ കുർബാനയെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോലന്മാരുടെ കയ്യിലെ അപ്പം വർദ്ധിപ്പിച്ചത് പ്രതീകാത്മകമാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ലോകമെമ്പാടുമുള്ള അവരുടെ പിൻഗാമികളുടെ കരങ്ങളിൽ ദശലക്ഷക്കണക്കിന് തിരുവോസ്തികൾ ദിവ്യകാരുണ്യ രൂപത്തിൽ എണ്ണത്തിൽ പെരുകുന്നതിൻ്റെ പ്രതീകമാണ്. ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും 5000 പേര് ഭക്ഷിച്ച് തൃപ്തരായിട്ടും വീണ്ടും 12 കുട്ടകൾ നിറയെ അവർ ബാക്കി ശേഖരിച്ചു എന്ന് പറയുന്ന ആ ഒരു പ്രതീകം. ഇവിടെയെല്ലാം ഈ വിശുദ്ധ കുർബാനയെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും നമുക്കറിയാം, ഞാൻ പ്രതീകത്തെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും ഈശോയുടെ വാഗ്ദാനം, വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് യേശു നൽകുന്ന വാഗ്ദാനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 48 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വളരെ വിശദമായി വ്യക്തമായി ആ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാന രഹസ്യങ്ങളെക്കുറിച്ചും ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗമാണ്. യഹൂദരുടെ പൂർവികർ പങ്കുപറ്റിയ സ്വർഗീയ മന്നയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതുതന്നെ, അല്ലെങ്കിൽ അവർക്ക് ഭൗമിക ജീവിതം മാത്രമേ നൽകുകയുള്ളൂ, എന്നാൽ നൽകുകയുള്ളൂ. പക്ഷേ യേശുവിൻ്റെ ഈ വിശുദ്ധ കുർബാന, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. മന്ന അന്നത്തെ ആ ജനതയ്ക്ക് വിശപ്പടക്കുവാനും ജീവൻ നിലനിർത്താനും സാധിച്ചു. പക്ഷേ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. തൻ്റെ ശരീരം ഭക്ഷണമാണെന്നും അവിടുത്തെ രക്തം പാനീയമാണെന്നും ഈശോ ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈശോ പല അവസരങ്ങളിൽ താൻ ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ കാര്യത്തിൽ യേശു ആഗ്രഹിച്ചത് സമൂല പരിഷ്കരണവാദിയായ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വിശ്വാസം അന്ന് വരെ അവർ വിശ്വസിച്ചിരുന്നതുമായി ബന്ധപ്പെടുത്തി പോയാൽ പറ്റുകയില്ല. പൂർണ്ണമായി അവർ ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നും രക്തമാണെന്നും വിശ്വസിക്കുവാൻ തയ്യാറാകണം. പക്ഷേ ഇത് പഠിപ്പിച്ചപ്പോൾ നമുക്കറിയാം, സുവിശേഷങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എടുത്ത് പറയുന്നുണ്ട്, പലരും ഈശോയെ വിട്ടുപോയി, പലർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അത് കണ്ട് അപ്പസ്തോലന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഈശോ അവരുടെ നേരെയും തിരിഞ്ഞു പറയുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ വിട്ടുപോയിക്കൊള്ളുക, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയിക്കൊള്ളുക, ഞാൻ ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, അത് സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുക. തുടർന്ന് സംഭവിക്കുന്ന പത്രോസിലൂടെയുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. പത്രോസ് കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്. അത് പിതാവായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്നും ഈശോ ഓർമ്മപ്പെടുത്തുന്നു. പത്രോസ് പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും പ്രതിനിധിയായി ഈ യാഥാർത്ഥ്യം പഠിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ പത്രോസ് കർത്താവിൻ്റെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അന്ത്യ അത്താഴ സമയത്ത് അത്താഴവേളയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന രംഗം. പ്രതീകാത്മകമായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഈശോ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകുന്നു. മൂന്നാമത് ഈശോ പരിശുദ്ധ കുർബാന അന്ത്യത്താഴവേളയിൽ സ്ഥാപിക്കുകയാണ്. യേശു തീർച്ചയായും ഇത് യേശുവിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, യാദൃശ്ചികമായി സംഭവിച്ചതല്ല. നേരത്തെ തന്നെ മുൻകൂട്ടി കർത്താവ് പ്ലാൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷം കർത്താവ് ഒരുക്കിക്കൊണ്ട് വരികയാണ്. തൻ്റെ ശിഷ്യന്മാരും ഒന്നിച്ച് 12 പേരും ഒന്നിച്ചുള്ള ആ അന്ത്യത്താഴവും അതോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും തൻ്റെ പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ ഇച്ഛയോടും സമ്മതത്തോടും കൂടെ അഭിഷേകത്തിൻ്റെയും പൗത്രീകരണത്തിൻ്റെയും വാക്കുകൾ യേശു ഉച്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ കർത്താവ് വളരെ ബോധ്യത്തോടെ അറിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. അത് അഭിഷേകത്തോടെയാണ് കർത്താവ് ചെയ്യുന്നത്. അഭിഷേകത്തിൻ്റെയും പൗത്രീകരണത്തിൻ്റെയും വാക്കുകൾ കർത്താവ് അവിടെ ഉപയോഗിക്കുകയാണ്. അവിടുത്തെ വാക്കുകൾ വളരെ വ്യക്തവും സംക്ഷിപ്തവുമായിരുന്നു. ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ വ്യക്തമായ സിമ്പിൾ ലാംഗ്വേജിലാണ് കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ഒരാൾ തൻ്റെ വിരലുയർത്തിയിട്ട് പറയുകയാണ്, ഇതെൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, ഞാനത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ല, അത് പ്രതീകാത്മകമായി നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുകയില്ല. അപ്പോൾ ഈശോ ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞത് പ്രതീകാത്മകമായി പറഞ്ഞു വെച്ചതല്ല, ആണെന്ന് ഈശോ പറയുന്നുമില്ല. അപ്പോൾ തീർച്ചയായും യഥാർത്ഥമായ കർത്താവിൻ്റെ ആ സ്ഥാനം. അതിനാൽ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ എണ്ണമറ്റ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും യുക്തിയുടെ വിലയിരുത്തലിനെയും പരിശോധനയെയും അതിജീവിക്കുന്നില്ല. ഒരിക്കലും യുക്തി കൊണ്ടോ അല്ലെങ്കിൽ ന്യായീകരിക്കുവാനോ ഒന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല അവർ പറയുന്നത്. വെറുതെ പറയുന്നു, പഠിപ്പിക്കുന്നു. ചില ആളുകൾ എന്ത് കേട്ടാലും പലതിൻ്റെയും പിന്നാലെ പോകുന്നവരും സംശയിക്കുന്നവരും സംശയപ്രകൃതിക്കാരുമൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ വളരെ വ്യക്തമായി സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിച്ച് വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധ കുർബാന ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അന്ത്യത്താഴ വേളയിൽ കർത്താവ് സ്ഥാപിച്ച് നമുക്ക് നൽകി എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അതിന്നും സഭ നൂറ്റാണ്ടുകളായി 2000 വർഷമായി 1500 വർഷം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അതിൽ നിന്നും സഭയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല, വരികയുമില്ല, വരുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭ ആദിമ നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം മുതൽ വിശ്വസിക്കുന്നത് ലോകാവസാനം വരെ വിശ്വസിക്കും, പഠിപ്പിക്കും. അതനുസരിച്ച് സഭാമക്കൾക്ക് വേണ്ട ദിവ്യ രഹസ്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് കത്തോലിക്കർ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിൽ മാത്രം സ്വീകരിക്കുന്നത്? പൂർണ്ണമാകുന്നുണ്ടോ? ഇത് രണ്ടുമില്ലാതെ വരുമ്പോൾ അപൂർണമാകുന്നില്ലേ? ദിവ്യകാരുണ്യം നൽകുന്നത് തിരുവോസ്തിയുടെ രൂപത്തിൽ മാത്രമാണ് ദിവ്യകാരുണ്യം നൽകുന്നത്. പ്രായോഗികമായ ചില കാരണങ്ങൾ അതിനുള്ളൂ.
ഒത്തിരി ആളുകളുള്ളപ്പോൾ വിശുദ്ധ കുർബാന രണ്ട് പ്രതീകങ്ങളിലും കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടൊന്നുള്ള ഒരു കാര്യം. വിശുദ്ധ കുർബാന നൽകുമ്പോൾ വാഴ്ത്തപ്പെട്ട ഒരു ഓസ്തി അറിയാതെ താഴെ വീണാൽ അല്ലെങ്കിൽ മറ്റ് വസ്ത്രത്തിലോ മറ്റോ വീണാൽ മലീമസമാകാതെ അത് തിരിച്ചെടുക്കുവാൻ എളുപ്പമാണ്. നമുക്കറിയാം, തിരുരക്തം നൽകുമ്പോൾ അത് നിലത്ത് വീണു പോയാൽ, മറിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ദേഹത്ത് വീണാൽ അതിനെ അതേപടി നമുക്ക് തിരിച്ചെടുക്കുവാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഒത്തിരി ആളുകളുള്ളപ്പോൾ അത് വിതരണം ചെയ്യുവാൻ അല്ലെങ്കിൽ പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് ഉള്ള ആ പ്രായോഗികമായ ബുദ്ധിമുട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീരവും രക്തവും അല്ലെങ്കിൽ മാംസം ഉൾപ്പെടെ അവിടുത്തെ ആത്മാവും ദൈവികതയും ഉൾപ്പെടെ നമ്മൾ ഈശോയുടെ ശരീരം അല്ലെങ്കിൽ തിരുവോസ്തി സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയാണ്. ഒരു ഭാഗം മാത്രമല്ല, ശരീരവും രക്തവും അത് മാംസം ഉൾപ്പെടെ അവിടുത്തെ ആത്മാവും ദൈവികതയും എല്ലാം ഉൾക്കൊള്ളുക. ഈശോയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലാതെ ഒരു ഭാഗം എന്ന് വെച്ച് ചിന്തിക്കേണ്ട ആ ഒരു പ്രശ്നമേ അല്ല. സഭ അത് പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കുമെന്ന് യോഹന്നാൻ 6-51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു. അവിടെ കർത്താവ് അപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് തന്നെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഈ അപ്പം എന്ന് പറയുമ്പോൾ അത് ഈശോയെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്, വേറൊരു യാഥാർത്ഥ്യമല്ല. അങ്ങനെയൊരു പഠനമില്ല. വീണ്ടും നമുക്കറിയാം, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിലാണിത് കാണുക. പൗത്രീകരണത്തിന് ശേഷം വൈദികൻ ദിവ്യബലിയുടെ പൂർത്തീകരണത്തിനായി 2 സാദൃശ്യങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂർത്തീകരണം വൈദികൻ 2 സാദൃശ്യങ്ങളിലുമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യണം. അതിൻ്റെ പൂർത്തീകരണത്തിനായി ആ വിശുദ്ധ ബലിയുടെ അല്ലെങ്കിൽ ആ ബലിയർപ്പണത്തിൻ്റെ പൂർത്തീകരണം. പിന്നെ ആളുകൾ കുറവാണെങ്കിൽ, കുറച്ചാളുകളെ ഉള്ളൂ എങ്കിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ വിശുദ്ധ കുർബാന നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. അത് നല്ല കാര്യവുമാണ്, അത് കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ വേറൊരു കാര്യവും അതിനകത്തില്ല. ഇതിനെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, യഹൂദർ ശനിയാഴ്ചയാണ് അവരുടെ വിശുദ്ധ ദിവസമായി അല്ലെങ്കിൽ സാബത്തായിട്ട് ആചരിച്ചിരുന്നത്. പക്ഷേ അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 7-ാം ദിവസം ദൈവം തന്നെ വിശ്രമിക്കുന്നതായിട്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 20-ാം അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഞായറാഴ്ച ആചരണവും പുതിയ നിയമത്തിന് കീഴിൽ ക്രൈസ്തവർക്ക് നിർബന്ധമായും ബാധകമായിട്ട് തീരുകയാണ്. അതിന് കാരണമുണ്ട്. അതിന് പല കാരണങ്ങൾ ഈ ഞായറാഴ്ച ആചരണത്തിലേക്ക് വരാനായിട്ടുണ്ട്. ഒന്നാമത്തെ നമുക്കറിയാം, യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തത് വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ക്രൈസ്തവരെ, പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് തീരുകയാണ്. ഈശോ ഉത്ഥാനം ചെയ്ത ദിവസം തന്നെ ആ ദിവസം പ്രത്യേക ദിവസമായിട്ട് അവർ ആചരിക്കുകയും അത് സഭാ പാരമ്പര്യത്തിലേക്ക് കടന്നു വരികയുമാണ്. രണ്ടാമത്, ഉത്ഥിതനായ കർത്താവ് ആദ്യം ഈസ്റ്റർ ഞായറാഴ്ചയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈശോ ഉത്ഥാനം ചെയ്തത് ഞായറാഴ്ചയാണ്. വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഞായറാഴ്ച ദിവസം തന്നെ. അപ്പോൾ വീണ്ടും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. യഹൂദരെക്കുറിച്ചുള്ള ഭീതി നിമിത്തം അവർ കഥകൾ കടച്ച് ഒളിച്ചിരുന്നു. അവിടെ പ്രത്യക്ഷപ്പെട്ട അവിടെ നിന്ന് അവരെ തൻ്റെ കൈകളും പാർശ്വവും കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ ആദ്യമായി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഞായറാഴ്ചയാണ്. വീണ്ടും ഈസ്റ്റർ ഞായറാഴ്ച എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ യേശു ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ചു. അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ അവരോടൊപ്പം സഞ്ചരിക്കുകയും ആ സഞ്ചാരത്തിൻ്റെ അവസാനം അവർ ഒന്നിച്ച് യേശുവിനോടൊപ്പം അപ്പം മുറിച്ചു. ദിവ്യകാരുണ്യ അപ്പം അവനിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടുന്നതും ഈശോ അവരെ പഠിപ്പിക്കുന്നതും അവൻ്റെ അവസാനമായി യാത്രയുടെ അവസാനം അവർ സത്രത്തിൽ പ്രവേശിച്ച് ഒരുമിച്ചിരുന്ന് അപ്പം മുറിച്ച് അവർക്ക് ഈശോ കൊടുക്കുമ്പോൾ ആ ശിഷ്യന്മാർ ആ നിമിഷം ഈശോയെ അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. വലിയൊരു അത്ഭുതം സംഭവിക്കുക. ആ വിശുദ്ധ കുർബാന കർത്താവ് അർപ്പിച്ചത് ആ ഞായറാഴ്ചയായിരുന്നു എന്നുള്ളത് യഹൂദരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അന്നത്തെ ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശിഷ്യന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് ഈ ഞായറാഴ്ച മാറുകയാണ്. വീണ്ടും നാലാമത്തെ കാര്യം, പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചു. അതുമൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വരുന്നത് ഒരു ഞായറാഴ്ചയാണ്. സഭയുടെ ജന്മദിനം, ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ആഴ്ചയിലെ ഏറ്റവും ഓർമ്മിക്കത്തക്ക ദിവസം എന്ന നിലയിൽ ഞായറാഴ്ചയെ വീക്ഷിക്കുവാൻ തുടങ്ങിയതിൽ നമുക്കൊരത്ഭുതവും അതിനകത്ത് കാണാനില്ല. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും യാഥാർത്ഥ്യങ്ങൾ അടുത്തടുത്തടുത്ത് സംഭവിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു ദിവസത്തെ അവർ വീണ്ടും അവരുടെ ഭാവി ജീവിതത്തിൽ ഈ വിശുദ്ധ ദിവസമായി, കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാണ് വിശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ആഴ്ച തോറുമുള്ള ഈ ആഘോഷം സാബത്തിനേക്കാൾ ഞായറാഴ്ച നടത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് അവരൊന്നുചേർന്ന് അങ്ങ് തീരുമാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം, പീഡാസഹനം, മരണം, ഈ കാര്യങ്ങളെല്ലാം ഒന്നിപ്പിച്ച് ഞായറാഴ്ച ആചരിക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു കാര്യം കൂടിയുണ്ട്. യഹൂദരിൽ നിന്ന് തങ്ങളെ വേർതിരിക്കേണ്ട ആവശ്യകതയും ആദിമ ക്രൈസ്തവ തിരിച്ചറിഞ്ഞു. അപ്പോൾ യഹൂദര് ശനിയാഴ്ച ആചരിച്ചിരുന്നു. അപ്പോൾ തങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് യഹൂദരിൽ നിന്നും വ്യത്യാസമുണ്ട്, അവരുടേതുപോലെ പോരാ, മറ്റൊരു ദിവസം നല്ലതാണെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ അവർ ഞായറാഴ്ച, ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച സ്വീകരിക്കുകയാണ്, യഹൂദരോടുള്ള ഒരു വേർതിരിവ് കാണിക്കുവാൻ കൂടിയായിട്ട്. കൂടാതെ യഹൂദരിൽ നിന്ന് തങ്ങളെ വേർതിരിക്കേണ്ട ആവശ്യകത അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ സ്വീകരിക്കുകയാണ്, നമ്മൾ ഓർക്കണം. വീണ്ടും ഈശോ, നമുക്കറിയാം, സാബത്ത് ദിവസം അത് ഏകദേശം ഈ സാബത്തിൻ്റെ ഒരു പാരമ്പര്യം ഈ ഞായറാഴ്ച ആചരണത്തിൽ വരുന്നുണ്ട് എങ്കിലും ആ സാബത്ത് ദിവസത്തെ മാറ്റി ഞായറാഴ്ചയാക്കുവാനായിട്ട് സഭയ്ക്ക് അധികാരമുണ്ട് എന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. അപ്പോൾ ഈ പ്രാധാന്യം, ഈ സംഭവങ്ങൾ, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം, ക്രിസ്ത്യാനികളുടെ ആവശ്യകത, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം, പരിശുദ്ധ ദിവസമായിട്ട് സഭ ആചരിക്കുവാനായിട്ട് തീരുമാനിക്കുകയും ഇന്നും ഞായറാഴ്ച നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈശോയുടെ ഈ വാക്കുകളും സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. വീണ്ടും നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് കർത്താവ് അത് പറയുക. അല്ലെങ്കിൽ സഭയ്ക്ക് ഇതിനുള്ള അധികാരമുണ്ട് എന്ന് പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 16:19 അത് പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 18-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ, സഭയ്ക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും കർത്താവ് നൽകിയിട്ടുണ്ട് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സഭ എടുത്ത തീരുമാനമാണ് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കാം എന്നുള്ളത്. വിശുദ്ധ കുർബാന അർപ്പണത്തിന് കത്തോലിക്കർ പണം നൽകുന്നതിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിച്ചുകൊള്ളാം. തീർച്ചയായും പലരുടെയും മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വിശുദ്ധ കുർബാന അർപ്പണം ഒരു വ്യക്തിയുടെ പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പണം നൽകുകയും വൈദികർ നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. അവിടെ ഇതൊരു നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യതയായിട്ടോ നിർബന്ധമായിട്ടോ നമ്മൾ ഒരു രീതിയിൽ പണം സ്വീകരിക്കുന്നില്ല. സമർപ്പിക്കുന്ന വ്യക്തിയുടെ ആ ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു ത്യാഗം അവിടെ സംഭവിക്കുകയാണ്. ഒരു പ്രത്യേക വേതനം നൽകുന്ന പതിവ് സഭയിൽ ക്രമേണ വികസിച്ചു വന്ന ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ഒരു പ്രതീകാത്മകമായി ഒരു വേതനം നൽകുക, ആ ബലിയർപ്പിക്കുന്ന വ്യക്തിക്ക് പുരോഹിതന് നൽകുക, അതിലൂടെ നമ്മൾ ഈ ബലിയർപ്പിക്കുവാനായി പണം നൽകുന്നവർക്ക് കൂടുതൽ കൃപകളും ദാനങ്ങളും നൽകപ്പെട്ട പ്രത്യേക സേവന ശുശ്രൂഷയോടുള്ള മതിപ്പിൻ്റെ അടയാളമായിട്ടാണ് അത് നൽകപ്പെട്ടത്. അതുപോലെ തന്നെ വൈദികരുടെ ജീവിത ചെലവിനുള്ള ചെറിയ തുകയും അതിലൂടെ സംഭരിക്കപ്പെട്ടിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്. കൊടുക്കുന്നവർക്ക് ആ ഒരു സമർപ്പണത്തിൻ്റെ ആ ഒരു ആത്മസംതൃപ്തി അവർക്കുണ്ട്. വേതനത്തിന് ഒരു കൂലി കൊടുക്കുക എന്ന രീതിയിൽ തന്നെ
അങ്ങനെ ഒരു അർത്ഥത്തിൽ അതൊരു നിർബന്ധമായിട്ടുള്ളതല്ല. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും വിശുദ്ധ കുർബാനയുടെ ഫലം നമുക്ക് കിട്ടുന്നുണ്ട്. ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്കുപറ്റുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. കൊരിന്ത്യർ എഴുതിയ 1 ലേഖനം 9 അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ആ ദേവാലയത്തിലെ കാര്യങ്ങളിൽ നിന്നും അവർ ഉപജീവനത്തിലുള്ള മാർഗം കണ്ടെത്തണമെന്ന് പഴയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ പൗലോസ് ശ്ലീഹ ആ കാര്യം എടുത്തു പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഇത് നിർബന്ധ പിരിവല്ല, നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആ ഒരു തുകയല്ല വിശുദ്ധ കുർബാനയുടെ മൂല്യം, ഫലം എന്ന് പറയുന്നത്. അതൊരു പ്രതീകാത്മകമായ ഒരു സമർപ്പണം മാത്രം, ഒരു ത്യാഗം മാത്രമാണ്. ഈ സമർപ്പിക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിപരമായ സമർപ്പണത്തിന് അതൊന്നുകൂടി ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും വിശുദ്ധ കുർബാനയുടെ വിവിധ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ സഭയോട് ചേർന്ന് ഈ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിശുദ്ധ വചനം വായിക്കുവാനുമൊക്കെയുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് നമുക്ക് അപേക്ഷിക്കാം, ഈ ദിവ്യരഹസ്യങ്ങളുടെ ആഴമായ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഫോൺ 0496 266 4600.